ഒടിയൻ എന്ന ശ്രീകുമാർ മേനോൻ ചിത്രം റിലീസ് ചെയ്തപ്പോൾ വലിയ ഒച്ചപ്പാടുകളാണ് സംഭവിച്ചത്. കാരണം അത്രയധികം വിമർശനങ്ങളാണ് ചിത്രത്തിനെതിരെ ഉയർന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം മാർക്കറ്റിംഗ് തന്ത്രങ്ങളോടെ ഒരു സിനിമ അവതരിച്ചത്. പരസ്യ സംവിധായകനായ ശ്രീകുമാർ മേനോൻ തന്റെ ആ കഴിവ് ആദ്യ സിനിമയ്ക്ക് നന്നായി ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആ വഴിക്കും ഒരു നല്ല ശതമാനം തുക പ്രീ ബിസിനസ് കളക്ഷൻ നേടാൻ ഒടിയന് സാധിച്ചു. എന്നാൽ ചിത്രം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന് ശക്തമായ വിമർശനവും തുടർച്ചയായ ഡീഗ്രേഡിംഗും നടന്നിരുന്നു. ഒടിയൻ എന്ന ചിത്രത്തെപ്പറ്റി എന്തെങ്കിലും വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വന്നാൽ അത് മോശമാണെന്ന തരത്തിൽ തുടർച്ചയായ കമന്റുകളും വന്നു. ഇത് അണിയറ പ്രവർത്തകരെ കുറച്ചൊന്നുമല്ല ആശങ്കയിലാഴ്ത്തിയത്. ഈ ഡീഗ്രേഡിംഗ് മോഹൻലാൽ മമ്മൂട്ടി ആരാധകരുടെ പോർവിളി കാരണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മമ്മൂട്ടി ആരാധകർ ചിത്രത്തെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ ഇത് വെറും ആരോപണം മാത്രമാണെന്നത് വ്യക്തമാണ്. കാരണം മമ്മൂട്ടിയാണ് ചിത്രത്തിന് വോയിസ് ഓവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇതൊരു ആവേശമുള്ള കാര്യമാണ്. മമ്മൂട്ടിയുടെ ശബ്ദ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഫാൻസും ഒടിയനായി കാത്തിരിക്കുകയായിരുന്നു. മമ്മൂട്ടി ഫാൻസിന്റെ സപ്പോർട്ട് നല്ല രീതിയിൽ ലഭിച്ചതോടെ ഡീഗ്രേഡിംഗ് മറികടന്നു ഒടിയൻ 100 കോടിയും തികച്ച് 200 കോടിയിലേക്ക് കുതിക്കുകയാണ്. എന്തായാലും അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് ഇതൊരു പാഠമാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.